പ്രതിപക്ഷത്ത് ശക്തമായി കോൺഗ്രസ് നിലയുറപ്പിക്കുമ്പോൾ വസുന്ധര രാജെ കോൺഗ്രസിനോട് സഹകരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. നിലവിലെ ജലനിയമ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വസുന്ധര സംസ്ഥാന ഉദ്യോഗസ്ഥരെ, അതായത് രാജസ്ഥാനിലെ ഉദ്യോഗസ്ഥരെ കണക്കിന് വിമർശിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് അതിനെ പിന്താങ്ങിക്കൊണ്ട് കോൺഗ്രസ് പ്രതിപക്ഷ ബഹളം ഉയർത്തുകയാണ്. നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് കോൺഗ്രസ് ശക്തമായി ഭജൻലാലിനെ വെള്ളം കുടിപ്പിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കലാണ് എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പഠനപ്പിണക്കം ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുമായിരുന്നില്ല രാജസ്ഥാനിൽ എന്നുള്ളതാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന് വേണമെങ്കിൽ തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് വ്യക്തമായ സൂചന നൽകിയതാണ്. ശക്തമായ മോദി പ്രഭാവം നിലനിന്നിരുന്ന കാലത്ത് പോലും വ്യക്തതയോടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞുവെങ്കിൽ അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് മധ്യപ്രദേശിൽ ഭരണം പോയതും രാജസ്ഥാനിൽ കാലാവധി പൂർത്തിയായതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാത്തതിന്റെ ഫലമായി ഭരണം നഷ്ടമായത്. ഇപ്പോൾ 2 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രാജസ്ഥാനിൽ അതിനുവേണ്ടി BJP വിമതരുടെ സഹായം കൃത്യമായി കിട്ടും എന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയാണെങ്കിൽ ഒഡീഷയിൽ BJDയും അവിടെ ഏതാനും ചില വിമതരും BJPയെ തള്ളിയിടാൻ ശ്രമിക്കും എന്ന റിപ്പോർട്ടും കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഈ 2 സംസ്ഥാനങ്ങളിലും കാലാവധി തേയ്ക്കാതെ BJP സർക്കാർ നിലംപൊത്തും എന്നുള്ളത് വ്യക്തമാണ്. ഈ 2 സംസ്ഥാനങ്ങളും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ അധികാരം പിടിച്ചെടുക്കാമെന്ന വ്യാമോഹമാണ് BJPക്കുള്ളതെങ്കിൽ പല സംസ്ഥാനങ്ങളിലും അധികാരം കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നഗ്നമായ സത്യം. രാജസ്ഥാനിലും ഒഡീഷയിലും അത് വളരെ വൈകാതെ തന്നെ സംഭവിക്കും എന്നതാണ്. ഏത് നിമിഷവും ഒരു അടിയന്തര നീക്കം നടക്കും. പ്രതിപക്ഷം അത്രമേൽ സൂക്ഷ്മമായി സംസ്ഥാനങ്ങളിലെ സ്ഥിതി അന്വേഷിച്ച് വരികയാണ്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും അവർ ഉന്നയിച്ചിരിക്കുന്നത് BJP വിരുദ്ധ സഖ്യം എത്രത്തോളം രാജ്യത്ത് ബലവത്താകാമോ അത്രത്തോളം ആക്കിയെടുക്കണം. കാരണം ഈ രാജ്യത്ത് BJPക്കെതിരെ ചിന്തിക്കുന്നവരാണ് 60%-ലേറെ പേർ. അവരുടെ നിർണായകമായ ശക്തി ഒത്തൊരുമിച്ചാൽ, അത് കേന്ദ്രീകരിച്ചാൽ, അത് വികേന്ദ്രീകരിച്ച് പോകാതെ അതിനെ കൃത്യമായി പോളറൈസ് ചെയ്താൽ BJPയുടെ ഈ വർഗീയ ധ്രുവീകരണ സിദ്ധാന്തം പൊളിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് രാജസ്ഥാനിലും ഒഡീസയിലും അതിൻ്റെ ഒരു അറ്റകൈ ശ്രമം നടത്തുന്നത്. അഴിമതി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയും വർഗീയത വിളമ്പുകയും ചെയ്യുന്ന സർക്കാരിനെ കൂച്ചുവിലങ്ങിടാൻ BJP വിമതരുടെ സഹായം വേണ്ടി വന്നാൽ അങ്ങനെയും സ്വീകരിക്കാമെന്ന തന്ത്രമാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്നത്.